എല്ലാവർക്കും നമസ്തേ. നമസ്തേ 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 ജി നമസ്തേ ജി നമസ്തേ. ആരെയും കാണുന്നില്ല. ആരെയും കാണുന്നില്ലേ? മിത്രങ്ങളെ, സംഘമിത്രങ്ങളെ, എല്ലാവരും എവിടെ പോയി? എല്ലാവരും വാങ്ക, അമ്മച്ചി വന്നിരിക്കാഹ, വർഗീയ വിഷം തുപ്പ പോറാങ്ക, എല്ലാവരും കേക്ക വാങ്ക. എന്തായാലും പതിയെ പതിയെ എല്ലാവരും വരും എന്ന് വിചാരിക്കുന്നു. വരും അമ്മച്ചി വരും. സംഘമിത്രങ്ങളെ സൂചിപ്പിക്കാനാണല്ലോ അമ്മച്ചി ഇവിടെ വന്നിരിക്കുന്നത്. അത് കേൾക്കാൻ അവർ വരാതിരിക്കില്ലല്ലോ. പയ്യെ പയ്യെ വരും. അമ്മച്ചി പറഞ്ഞോളൂ, അവര് വന്നോളും. പയ്യെ പയ്യെ വന്നോളൂ. പയ്യെ 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 പയ്യെ. അപ്പോൾ ഇന്നത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, നമ്മുടെ തൊട്ടടുത്ത അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ ഒരു സംഭവം നടന്നിട്ട് കുറച്ച് ദിവസങ്ങളായി, ഒരു 3-4 ദിവസങ്ങളായി. അപ്പൊ ബംഗ്ലാദേശാണ് വിഷയം. എന്താ ബംഗ്ലാദേശിനെ കുറിച്ച് പറയുമ്പോൾ അമ്മച്ചിന്റെ മുഖത്തുള്ള സന്തോഷവും ഒരു ഉത്സാഹവും കാണുമല്ലോ. കാരണം ബംഗ്ലാദേശ് എന്ന് പറയുന്നത് മുസ്ലിം ഭൂരിപക്ഷമുള്ള നാടാണല്ലോ. അപ്പൊ കാണും, അമ്മച്ചിക്ക് കാണും, സ്വാഭാവികം. മണിപ്പൂർ ഓർമ്മയുണ്ടോ അമ്മച്ചിക്ക്? ഇല്ലല്ലേ, ഉണ്ടാവൂല. ഓർമ്മപ്പെടുത്തി തരാം. ബംഗ്ലാദേശിലേ പറ. നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശില് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ കൃഷ്ണ ഭക്ത സംഘടന, അതായത് കൃഷ്ണനെ ആരാധിക്കുന്ന ഒരു കൃഷ്ണ ഭക്ത സംഘടന, ഒരു ഇസ്കോൺ എന്നാണ് അതിന്റെ പേര്. കൃഷ്ണന്റെ ഭക്തന്മാർ ഒരുപാട് ചേർന്നിട്ടുള്ള ഒരു സംഘടനയാണ്. ഇസ്കോൺ എന്നാണ് അതിന്റെ പേര്. നിങ്ങൾ കേട്ട് കാണും. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ മാത്രം, നമ്മുടെ മാധ്യമ മാപ്രകൾക്കൊന്നും കണ്ണു കാണില്ല. കാരണം ബംഗ്ലാദേശിൽ ഇരിക്കുന്ന അവരുടെ അമ്മായി അച്ഛന്മാരാണ്. അപ്പൊ ബംഗ്ലാദേശില് മാപ്രകളുടെ, നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല്, ഇവരുടെ അമ്മാവന്റെ മോനും അമ്മായിയുടെ മോനും അമ്മാനച്ചന്മാരൊക്കെ ഇരിക്കുന്നത് ബംഗ്ലാദേശിലും ഇറാനിലും ഇറാഖിലും ഒക്കെയാണ്. അപ്പൊ കിളവി മണിപ്പൂരിലെ വർഗീയ കലാപം ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോഴും അവിടെ വർഗീയ കലാപം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ നോക്കി ഒരു വാക്ക്, ഈ നാറ വായി വെച്ചുകൊണ്ട് നീ ഒരു വാക്ക് ഉരിയാടിയില്ലല്ലോ. എന്തേ? നിന്റെ അമ്മായിയമ്മയും നിന്റെ അമ്മായിയച്ഛനും നിന്റെ അമ്മായിയമ്മന്റെ മക്കളൊക്കെ കൂടിയാണോ അവിടെ വർഗീയ കലാപം നടത്തിക്കൊണ്ടിരിക്കുന്നത്? അതുകൊണ്ടാണോ നേന്ത്രപ്പഴകം തുരുകി വെച്ചിരിക്കുന്ന വായിക്കത്ത് ഒരു വാക്കും മണിപ്പൂരിനെ കുറിച്ച് പറയാതിരിക്കുന്നത്? ബംഗ്ലാദേശിൽ നോക്കുമ്പോൾ ആ നേന്ത്രപ്പഴം എടുക്കുകയാണോ? ബംഗ്ലാദേശിനെ നോക്കി കുറയ്ക്കുകയാണോ? അവിടെ ക്രിസ്ത്യാനികളെ കൊന്നെടുക്കുന്നത് നിന്റെ സംഘമിത്രങ്ങളാണല്ലോ. അപ്പൊ പിന്നെ എനിക്ക് മിണ്ടാൻ കഴിയില്ല. ഇവിടെ പിന്നെ മുസ്ലിം രാജ്യമാണല്ലോ, മുസ്ലിം രാഷ്ട്രമാണല്ലോ. അപ്പൊ പിന്നെ നിനക്ക് എന്ത് തേങ്ങയും നുണയും വിളിച്ചു പറയാലോ മണിപ്പൂരിനെ നോക്കിയിട്ട്, അല്ലെ ബംഗ്ലാദേശിനെ നോക്കിയിട്ട്, അല്ലേ? പരനാരച്ചി ഏതോ ഒരു വിദേശ രാജ്യത്തിലിരുന്നു കൊണ്ട് ഏതോ ഒരു കമ്പനിയിൽ ജോലി എടുത്തുകൊണ്ട് അവിടെ കിട്ടുന്ന പൈസയും വാങ്ങി അതിൽ നക്കി ആ വറ്റി എല്ലിൻ്റെ ഇടയിൽ കുത്തുമ്പോൾ ഒരു ക്യാമറ ഫോണും ഒരു മൊബൈൽ ഫോണും എടുത്ത് ഒരു ഊള കണ്ണാടി ഇട്ടുകൊണ്ട് ഒരു റൂമിൻ്റെ അകത്ത് വന്നിട്ട് കേരളത്തെ നോക്കിയിട്ട് വർഗീയത വിഷം തുപ്പുന്ന പരനാരച്ചി ചൊറിത്തവളെ കിളവച്ച്. എന്താ ഈ വർഗീയത നിർത്താനായില്ല കിളവി? വയസ്സ് കുറെ ആയില്ല, പ്രായം കുറെ ആയില്ലേ? എന്താ പറയാ, അവിടെ വംശഹത്യ നടന്നാലും, ഹിന്ദുക്കളെ കൊന്നൊടുക്കിയാലും, ഹിന്ദുക്കളുടെ വംശഹത്യ നടത്തിയാലും ഒരു തരത്തിലും ഈ പറയുന്ന മാപ്രകളുടെ പിന്നെ അണ്ണാക്കിൽ പഴമാണ്, ഒരക്ഷരം പറയില്ല. എന്റെ പരട്ട കിളവി, ഈ ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ കൊന്നെടുക്കുന്നുണ്ട് ആരാ നിന്നോട് പറഞ്ഞത്? നിന്റെ അമ്മായിയച്ഛൻ വന്ന് പറഞ്ഞിരുന്നോ? ഇതിനൊക്കെ വല്ല അടിസ്ഥാന തെളിവും വെച്ചിട്ടാണോ നീ പറയുന്നത്? എന്ത് അടിസ്ഥാന തെളിവില്ലേ? വെറുതെ ഒരു വർഗീയത പച്ചക്കള്ളം പറഞ്ഞ് പിടിപ്പിക്കുക, എന്നിട്ട് കേരളത്തിൽ കിടക്കുന്ന കുറച്ച് ഹിന്ദുക്കളുടെ മനസ്സിൽ വർഗീയത കുത്തിക്കയറ്റുക, എന്നിട്ടൊരു മുസ്ലിം വിരോധം ഉണ്ടാകുക, എന്നിട്ട് കേരളത്തിലൊരു വർഗീയ കലാപം ഉണ്ടാക്കുക. ഇതല്ല നിന്നെപ്പോലുള്ള നാറികളുടെ മെയിനായിട്ടുള്ള ലക്ഷ്യം. ഇതിനൊക്കെ വല്ല തെളിവും വെച്ചിട്ടാണോ നീ പറയുന്നത്? മണിപ്പൂരിൽ സത്യസന്ധമായ ന്യൂസുകൾ പുറത്തു വന്നു. മണിപ്പൂരിൽ കലാപം ഉണ്ടാക്കുന്നത് സംഘികളാണ്, അവിടുത്തെ ക്രിസ്ത്യാനി പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുന്നത് സംഘികളാണ്, അവിടുത്തെ ക്രിസ്ത്യാനി പള്ളികളെ പൊളിക്കുന്നത് സംഘികളാണെന്നുള്ള ന്യൂസുകളും സത്യസന്ധമായെല്ലാം വന്നപ്പോൾ അതിനെതിരെ ഒരു വാക്കുപോലും ഉരിയാടാൻ നിന്നെക്കൊണ്ട് കഴിഞ്ഞില്ലല്ലോ. കാരണം നിന്റെ കുടുംബക്കാരാണല്ലോ അവിടെ കലാപം ഉണ്ടാക്കുന്നതല്ലേ. അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. നിനക്ക് ഈ ബംഗ്ലാദേശിലുള്ള ഹിന്ദുക്കളോട് അത്ര സ്നേഹം ഉണ്ടെങ്കിൽ, അങ്ങനെ സ്നേഹം ഉണ്ടെങ്കിൽ നീ ബംഗാളി ഭാഷയിൽ സംസാരിച്ചിട്ട് ആ ബംഗാളി ഭാഷയിൽ വീഡിയോ ചെയ്തിട്ട് ബംഗ്ലാദേശുകാരെ അറിയിക്കുക. അതല്ലേ അതിൻ്റെ ശരി. അല്ലാതെ കേരളത്തെ നോക്കിയിട്ട് ഈ വർഗീയത തുപ്പിയിട്ട് കേരളക്കാരെന്ത് ചെയ്യാനാണ് ബംഗ്ലാദേശിൽ നടക്കുന്നതിനെ കുറിച്ച്? നീ ഒരു ബംഗ്ലാദേശിലെ ഹിന്ദുക്കളോട് നിനക്ക് അത്ര ആത്മാർത്ഥത ഉണ്ടെങ്കിൽ, അത്ര സ്നേഹം ഉണ്ടെങ്കിൽ നീ ബംഗ്ലാദേശിൽ വീഡിയോ ചെയ്തിട്ട് ബംഗ്ലാദേശികളെ അറിയിക്കുക പരനാർച്ചി. അല്ലാതെ കേരളത്തെ നോക്കിയിട്ട് വർഗീയത തുപ്പിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? എന്താല്ലേ ഒരവസ്ഥ. ഹരേ കൃഷ്ണ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം, അതിന്റെ പേര്, ആ സംഘടനയുടെ പേര് ഇസ്കോൺ എന്നാണ്. അപ്പൊ ഹരേ കൃഷ്ണ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന്റെ
അതിന്റെ നേതാവായിട്ടിരിക്കുന്ന ആള്, അതായത് ഒരു സ്വാമിജി, ബ്രഹ്മചാരി ആത്മീയ നേതാവാണ്, ചിന്മയി കൃഷ്ണദാസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന് രാജ്യദ്രോഹ കുറ്റമാണ് അദ്ദേഹത്തിന് ചുമത്തിയിട്ടുള്ളത്. അപ്പൊ ഈ രാജ്യദ്രോഹ കുറ്റം ചുമത്തുന്നതിന്റെ മറ്റൊരു ഭാഗം എന്ന് പറഞ്ഞാല് അതിന് വധശിക്ഷ വരെ ചെയ്യാം. അതാണ് രാജ്യദ്രോഹ കുറ്റത്തിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ആ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിട്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം എന്ന് പറയുന്നത് ആരാ? അമ്മച്ചിന്റെ ബന്ധുവാണോ? അദ്ദേഹത്തിന് രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിലടച്ചപ്പോ അതിനുള്ള കലിപ്പ് തീർക്കായിരിക്കും അമ്മച്ചി. കേരളത്തിൽ വർഗീയതൊന്നും കിട്ടാതായപ്പോ, മുസ്ലിങ്ങൾക്കെതിരെ വർഗീയതൊന്നും കിട്ടാതായപ്പോ ബംഗ്ലാദേശിലെ മുസ്ലിങ്ങളെ പിടിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തിട്ട് എന്തായി? അദ്ദേഹം നിന്നെപ്പോലെ ഒരു അദ്ദേഹമായിരിക്കും, ചുമ്മാ അറസ്റ്റ് ചെയ്യില്ലല്ലോ എന്തായാലും. എന്നിട്ട് രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിട്ട് അദ്ദേഹത്തെ ജയിലിലടച്ചത്. അപ്പൊ ഇദ്ദേഹത്തിന് ജയിലിലടയ്ക്കാൻ കാരണം എന്ന് പറഞ്ഞാല് അവരുടെ ആത്മീയമായ ഒരു എന്താ പറയാ പരിപാടിക്ക് അവര് കാവിക്കൊടിയാണ് അവിടെ ഉയർത്തിയതെന്നാണ് കുറ്റം. അതായത് ഈ പച്ചക്കൊടി ഉയർത്തിയില്ല, പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാല് പച്ചക്കൊടി ഉയർത്തിയില്ല, കാവിക്കൊടി ഉയർത്തി, ഇത്രേ ഉള്ളൂ കാര്യം. കിളവി നിന്റെ ഈ നാറമായി വെച്ചുകൊണ്ട് ഇപ്പൊ നീ ഒരു വാക്ക് പറഞ്ഞു കേട്ടില്ല, പച്ചക്കൊടി ഉയർത്തിയില്ല കാവിക്കൊടി ഉയർത്തിയെന്ന്. രാജ്യദ്രോഹ കുറ്റത്തിന് ജയിലിലടച്ച ആ ചങ്ങാതിയും വിചാരിച്ചു കാണും, ഇന്ത്യയിലുള്ളതുപോലെ മറ്റുള്ള രാജ്യങ്ങളിലും പോയിട്ട് ജയ് ശ്രീറാം വിളിപ്പിക്കാൻ നിന്നാല്, കാവിക്കൊടി പടർത്തിയിട്ട് മറ്റേ വർഗീയത പറയാൻ നിന്നാല്, ചാണകം അവിടെ മൊത്തം തേക്കാൻ നിന്നാല് എല്ലാ രാജ്യത്തിലും നടക്കൂല. അത് ആദ്യം സംഖ്യനെ നീ മനസ്സിലാക്കുക. നിനക്കറിയില്ലെങ്കിൽ എല്ലാ സംഖ്യകൾക്കും കൂടി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ഇന്ത്യയിൽ നടക്കും നിൻ്റെയൊക്കെ കോപ്പറേറ്റ് തരം അഭ്യാസങ്ങളൊക്കെ. പക്ഷെ എല്ലാ രാജ്യത്തും പോയിട്ട് നീ ചാണകം തീറ്റിക്കാൻ നിന്നാലേ അവിടെയുള്ളവർ ചാണകം ഭക്ഷിക്കാറില്ല. ചിലപ്പോൾ ചാണകത്തിൻ്റെ കൂടെ വർഗീയതയും വിളമ്പി അവിടെയും തമ്മിലടിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും ചാണകസംഖ്യകൾ. അപ്പോൾ പിടിച്ച് രാജ്യരോഗ കുറ്റത്തിന് പിടിച്ച് ജയിലിലിട്ടുണ്ടാവും. അതിനിങ്ങനെ കരഞ്ഞ് മൂങ്ങിയിട്ടൊന്നും കാര്യമില്ല അമ്മച്ചിയെ, സഹിക്കുക. സംഖ്യകളുടെ ഒരു വിചാരമുണ്ട്, എല്ലാ രാജ്യത്തിലും സംഖ്യകളുടെ ഈ കോണകം പറപ്പിക്കാന്ന്. നടക്കൂല, നടക്കില്ലാന്ന്. ബംഗ്ലാദേശിലെ ആരാണ് പ്രയോറിറ്റി? റോഹിംഗ്യൻ മുസ്ലിംസ് ആണ്, അല്ലെങ്കിൽ മുസ്ലിമുകളാണ്. അപ്പൊ അവരുടെ പ്രയോറിറ്റിയാണ് കാണിക്കുന്നത്. അവർ കൂടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഭൂരിപക്ഷമായി എങ്ങനെയായിരിക്കും? അതായത് ഈ പറയുന്ന പ്രത്യേക മതക്കാര്, പ്രത്യേക വിഭാഗങ്ങള് ഭൂരിപക്ഷമായാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ഏറ്റവും വലിയ ഇപ്പോ ജീവിച്ചിരിക്കുന്ന ഉത്തമ ഉദാഹരണമാണ് ഇപ്പൊ ബംഗ്ലാദേശ്. അപ്പൊ അവിടെ ഒരു കോടി എങ്ങാനാണെന്ന് തോന്നുന്നു ഹിന്ദുക്കൾ വരുന്നത്. അപ്പൊ അത്രയും പേര് ഒരു ഓൾമോസ്റ്റും കൊന്നൊടുക്കി കഴിഞ്ഞു. ഇനി കൊന്നൊടുക്കാനായിട്ട് ഇനി കുറച്ചും കൂടി ബാക്കിയുള്ളൂ. അവരെയും കൂടെ കൂട്ടക്കൊല ചെയ്യാൻ പോകുന്ന ഒരവസ്ഥയാണ്. അപ്പൊ ഇത്രയൊക്കെ ആയിട്ടും ഈ പറയുന്ന റോഹിംഗ്യൻ മുസ്ലിംസും അല്ലാത്ത ആൾക്കാരൊക്കെ വേണ്ടത് ഇന്ത്യ മഹാരാജ്യത്തിൽ ജീവിക്കുന്നുണ്ടല്ലോ. എല്ലാത്തിനെയും ഇവിടുന്ന് കയറ്റി വിടുന്ന് പറയണം. നമ്മുടെ രാജ്യത്തിൽ ഒറ്റ ഒരുത്തൻ കാലുകുത്താൻ പാടില്ല. നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കി ജീവിക്കാൻ നിങ്ങൾക്ക് പിന്നെ സാമർഥ്യം ഉണ്ടെന്ന് വന്നാൽ നമുക്കും നമ്മുടെ കാര്യങ്ങൾ നോക്കണ്ടേ? പാവം ഹിന്ദുക്കളൊക്കെ എവിടെ പോവുക? കേരളത്തിൽ കിടക്കുന്ന ഹിന്ദുക്കളുടെ അവസ്ഥ ആലോചിച്ചിട്ട് വിദേശത്ത് ജോലി ചെയ്യുന്ന നീ വേവലാതിപ്പെടണ്ട. ഇവിടെ കേരളത്തിൽ കിടക്കുന്ന ഹിന്ദുക്കൾ മനസമാധാനത്തോടെയും സന്തോഷത്തോടുകൂടിയാണ് ജീവിക്കുന്നത്. ഇനി നിന്റെ വർഗീയത വിഷം നാറവായി തുറന്നിട്ട് അവരുടെ സമാധാനവും സന്തോഷവും കളയാതിരുന്നാൽ മതി എൻ്റെ പൊന്നമ്മച്ചേ. പിന്നെ നീ ബംഗ്ലാദേശിലെ മുസ്ലിംകളെ ഇവിടുന്ന് കയറ്റിവിടുന്ന കാര്യം പറഞ്ഞതൊക്കെ നമുക്കറിയാം. നീ ഉദ്ദേശിച്ചത് മറ്റേതാണ്. ഏത് ഇന്ത്യയിൽ കിടക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൽ കിടക്കുന്ന മുസ്ലിങ്ങളെയൊക്കെ ഇവിടുന്ന് കയറ്റി പാകിസ്ഥാനിലേക്ക് വിടണം എന്നുള്ള സിംബാളിക്കായിട്ട് പറഞ്ഞതായിരിക്കും. അതന്നെ ആയിരിക്കും വർഗീയവാദി. നിനക്ക് അങ്ങനെ പറയാനേ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിന്റെ തന്തയ്ക്ക് ശ്രീധരൻ കിട്ടിയതല്ല ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യം കേട്ടാ. അത് നീ ആരും ചിന്തിക്കണം, നിന്റെ സംഖ്യകളും ചിന്തിക്കണം. അതാദ്യം മനസ്സിലാക്കിക്കോ. പിന്നെ നീ മൊബൈൽ ഫോൺ തുറന്ന് വെച്ചിട്ട് വിദേശത്തിട്ടുണ്ട് വർഗീയത പറഞ്ഞ് സംഖ്യകൾ സൂചിപ്പിച്ചോ. എല്ലാവരെയും നിന്റെ ഈ ഊളത്തരം കാണിച്ചിട്ട് സൂചിപ്പിക്കാമെന്ന് നീ കരുതണ്ട കേട്ടാ. പരനാർച്ചി. അപ്പോൾ അന്ന് അങ്ങനെ ആയിക്കോട്ടെ അമ്മച്ചി. തൽക്കാലം ഞാൻ ഇവിടെ അവസാനിക്കുന്നു.